അരിയേം കടിച്ച് ആശാരിച്ചിയേം കടിച്ച് പിന്നീടും നായയ്ക്ക് മുറുമുറുപ്പ് എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. അതായത് എന്തൊക്കെ ചെയ്തിട്ടും അരിശം തീരുന്നില്ല, ഇനി എന്താണ് അടുത്തത് ചെയ്യുക എന്നുള്ള ഒരു കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പഴഞ്ചൊല്ല് പ്രസക്തമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നിനു പുറകെ ഒന്നായി 3 സ്ത്രീപീഡന പരാതികളാണ് ഉയർന്നു വന്നത്. എന്നാൽ ഈ സ്ത്രീപീഡന പരാതികൾ ഉയർന്നു വരുമ്പോൾ സാധാരണഗതിയിൽ ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ കോടതികളിലാണ് കൊടുക്കാറുള്ളത്. നമ്മുടെ വ്യവസ്ഥാപിതമായ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് ഇത്തരത്തിലാണ് പരാതികൾ കൈമാറുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പരാതി കൊടുക്കേണ്ട ക്രമങ്ങൾ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സ്ത്രീപീഡന പരാതി കിട്ടിയത് ഒന്ന് മുഖ്യമന്ത്രിക്ക് ഇമെയിലായി കിട്ടി, മറ്റൊന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ കയ്യിൽ കിട്ടി, വേറൊരെണ്ണവും മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെയാണ് കിട്ടിയത് എന്നാണ് അറിയുന്നത്. ഇവരെല്ലാമാണ് ഈ പരാതി പിന്നീട് പോലീസിനും ആഭ്യന്തര വകുപ്പിനും എല്ലാം കൈമാറിയത്. അതായത് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ നേരിട്ട് ഒരു പരാതി വന്നില്ല എന്നുള്ളത് തന്നെ ഇത്തരം പരാതികളുടെ ഗോപ്യമായ അല്ലെങ്കിൽ ഗൂഢമായ വശങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉയർന്നു വന്ന 3 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഗൗരവതരമാണ് എന്നുള്ളത് മാത്രമാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തനിക്കെതിരെ കെട്ടിച്ചമച്ചതാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലും കോടതിയിൽ ഉന്നയിച്ചത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന അവസാന പരാതിയിന്മേലും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയെ തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള അതിജീവിത നൽകിയ പരാതി, ഈ അതിജീവിത വിദേശത്ത് നിന്ന് ഇമെയിലായാണ് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയച്ചത്. എന്നാൽ സാധാരണഗതിയിൽ സ്ത്രീപീഡന പരാതികൾ പോലീസിന് കിട്ടുമ്പോൾ പോലീസ് ഈ പരാതിക്കാരിയെ അല്ലെങ്കിൽ പരാതിക്കാരനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരിക്കണം, 3 ദിവസത്തിനുള്ളിൽ മൊഴിയെടുത്തിരിക്കണം. അതുപോലെ തന്നെ പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന കേസിൽ സ്ത്രീയുടെ ശാരീരികമായ പരിശോധന രേഖപ്പെടുത്തിയിരിക്കണം. ശാരീരികമായ പരിശോധന രേഖപ്പെടുത്തി ഈ സ്ത്രീയുടെ മൊഴിയെടുത്ത് അവരെ വായിച്ച് കേൾപ്പിച്ച് കുറ്റപത്രം തയ്യാറാക്കി അതിന് അടിയിൽ അവരെ കൊണ്ട് ഒപ്പ് മേടിച്ചിരിക്കണം. ഇതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പരാതിയിന്മേൽ ഈ അതിജീവിതയിൽ നിന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പരാതിയിന്മേൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി കൈക്കൊള്ളുക എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരു കാരണവശാലും നിലനിൽക്കില്ല, നിയമപരമായി കോടതിയിൽ നിൽക്കില്ല എന്ന് കൂടി പറയുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം കേസുകൾ എടുത്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാൻ സാധിക്കാതെ വന്നതിന്റെ പേരിൽ ഇതിൽ നിന്നെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി തലയൂരി പോരും എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പോൾ നിയമസഭയുടെ പ്രിവിലേജ് കമ്മിറ്റിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു പരാതിയുമായി ഒരു MLA വന്നിരിക്കുന്നത്. വാമനപുരം MLA ആയ DK മുരളി, CPMന്റെ MLA ആയ DK മുരളിയാണ് ഇത്തരത്തിലൊരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ നിരന്തരമായി ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നതിനാൽ അദ്ദേഹത്തെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി അയോഗ്യനാക്കണം എന്നുള്ള പരാതിയാണ് നിയമസഭയുടെ പ്രിവിലേജ് കമ്മിറ്റിക്ക് DK മുരളി കൊടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോഴാണ് DK മുരളി എന്നൊരു MLA തന്നെ ഉണ്ട് എന്നുള്ളത് കേരളം അറിഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന കേസുകൾ വരുന്നതിനും വളരെ മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പല ജനകീയ പ്രക്ഷോഭങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പോലീസുകാരുടെ അടി വാങ്ങി ജയിലിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ കേരളീയർക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ DK മുരളി എന്ന ഈ CPMന്റെ MLA കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോൾ മാത്രമാണ് ജനം അറിയുന്നത് ഇങ്ങനെ ഒരു MLA ഉണ്ട് എന്നുള്ളത്. അതെന്ത് തന്നെയായാലും നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്താൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനോട് വിശദീകരണം ചോദിക്കാൻ സാധിക്കും. ഏറി വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിൽ കുറച്ചു നാളത്തേക്ക് ഒരു സസ്പെൻഷൻ ഏർപ്പെടുത്താൻ സാധിക്കും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീപീഡന പരാതി ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ യാതൊരു തരത്തിലുള്ള ചോദ്യവും പറച്ചിലുമില്ലാതെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ മാറ്റി നിർത്തിയതുപോലെ പ്രിവിലേജ് കമ്മിറ്റിക്കും രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു വിശദീകരണം ചോദിച്ചു ഒരുപക്ഷെ 5-6 മാസത്തേക്ക് നിയമസഭ അംഗത്വത്തിൽ നിന്നും ഒരുപക്ഷെ വിലക്കി മാറ്റി നിർത്താൻ സാധിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം അയോഗ്യത കൽപ്പിക്കുവാൻ പ്രിവിലേജ് കമ്മിറ്റിക്ക് സാധിക്കില്ല. അതിന് നിയമപരമായി ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പോലുള്ള സമാനമായ എത്ര പീഡന കേസുകളാണ് ഉയർന്നു വന്നത്. MLA മുകേഷിനെതിരെ എത്ര പീഡന കേസുകൾ ഉണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനെതിരെ പരസ്യമായി തന്നെ ചില സ്ത്രീകളുടെ പരാതികളുടെ ശബ്ദരേഖ തന്നെ ജനം കേട്ടതാണ്. സ്വപ്ന സുരേഷ് തോമസ് ഐസക്കിനെതിരെ എത്ര തന്നെ പരാതികൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഇതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണൻ, മുൻ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലുള്ള AK ശശീന്ദ്രനെതിരെ സ്ത്രീപീഡന കേസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി പരാതികൾക്ക് ഇടം നേടിയ ആളുകൾ അല്ലെങ്കിൽ പരാതികൾ ഉയർന്ന ആളുകൾ മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിസഭയിലുണ്ട്. അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA മാരായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കേസുകളിൽ ഒരു പുനരാലോചനയും പുനർവിചിന്തനവും നടത്താൻ സാധിക്കാതെ നിയമസഭയുടെ പ്രിവിലേജ് കമ്മിറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ
രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം അയോഗ്യത കൽപ്പിക്കുന്ന തരത്തിലേക്കൊരു വിധി പ്രഖ്യാപനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കറങ്ങി തിരിഞ്ഞ് ബൂമറാങ്ക് പോലെ CPM-ന്റെ തലയിൽ തന്നെ വരും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് CPM-ന് വലിയ വിനയായി തീരും എന്ന് തന്നെ CPM-ഉം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. ഏറിപ്പോയാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ വിളിച്ചു വരുത്തും, അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കും. ആ വിശദീകരണത്തിനൊടുവിൽ ഒരുപക്ഷെ കുറച്ച് നാളത്തേക്ക് അദ്ദേഹത്തെ ഒന്ന് താക്കീത് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താം. ഇതിനപ്പുറത്തേക്ക് പ്രിവിലേജ് കമ്മിറ്റിക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. കാരണം മുകേഷ് MLA ഉണ്ട്, ശശീന്ദ്രൻ മന്ത്രിയുണ്ട്, ഇവരൊക്കെ സ്ത്രീപീഡന കേസുകളിൽ ബന്ധപ്പെട്ട ആളുകളാണ്, പോലീസ് FIR ഇട്ട് കേസെടുത്ത ആളുകളാണ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അക്ഷരാർത്ഥത്തിൽ ഈ കേസിൽ വെട്ടിലാകും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും മിസ്റ്റർ പിണറായി വിജയൻ, എടോ പിണറായി വിജയൻ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് പിണറായി വിജയന്റെ നേർക്ക് വിരൽ ചൂണ്ടി സംസാരിച്ച പ്രതിപക്ഷത്തിന്റെ കരുത്തുറ്റ യുവ നേതാവായ MLA-യെ ഏത് വിധേനയും തീർക്കുന്നതിന് വേണ്ടി, വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ കെട്ടിച്ചമച്ച ഒരു കേസാണ് ഇത് എന്നുള്ളത് ജനങ്ങൾ വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന കോടതികളൊന്നും തന്നെ ഈ ഉയർന്നു വന്ന പരാതിയിന്മേൽ ഒരു വിധി കൽപ്പിക്കാത്തിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിന് സ്ത്രീപീഡകൻ എന്ന് കണക്കാക്കി പ്രിവിലേജ് കമ്മിറ്റിക്ക് MLA സ്ഥാനത്തിന് അയോഗ്യത കൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.